ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ ടാറ്റ സിയാറയിലെ ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന എന്നാൽ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് തരുന്ന ഒരു ബെസ്റ്റ് വേരിയന്റ് ആണ് നമ്മുടെ അഡ്വഞ്ചർ പ്ലസ് എന്ന് പറയുന്ന ഈ വേരിയന്റ്. ഇപ്പോൾ നിങ്ങൾ പ്യൂർ പ്ലസ് ഒക്കെയാണ് നോക്കുന്നത്, അതിൽ നിന്ന് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് ആണ്. അതുപോലെ തന്നെ ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് ആണ് അത് അഡീഷണലി വരുന്നത്. അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് വേണ്ട, ട്രിപ്പിൾ സ്ക്രീൻ വേണ്ട എങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു വേരിയന്റും ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് തന്നെയാണ്. അപ്പോൾ ഈ വേരിയന്റിൽ ടാറ്റ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ടാറ്റ സിയാറയിലെ ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന എന്നാൽ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും സെയിം ലുക്കും തരുന്ന ഒരു ബെസ്റ്റ് വേരിയന്റ് എന്ന് വിളിക്കാവുന്നതാണ് നമ്മളുടെ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ്. നിങ്ങളിപ്പോൾ സിയാറയിലെ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ് നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്യുവർ വേരിയന്റ് ആണ് നോക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് വേണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നവരാണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റും ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് തന്നെയാണ്. ഇപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിയാറയിലെ വൺ ഓഫ് ദ സ്ട്രൈക്കിംഗ് കളർ തന്നെയാണ് ഈ ആൻഡമാൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ കളർ. ആ യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല രീതിയിൽ ഈ വാഹനത്തിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ഈ വേരിയന്റിലെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കണക്റ്റഡ് DRL നമുക്ക് ഈ വേരിയന്റിലും കാണാം. അത് എല്ലാ വേരിയന്റിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് സിയാറ എന്ന് പറഞ്ഞ ലെറ്ററിങ് കാണാം. അതിന് താഴെ ടാറ്റയുടെ വലിയ ലോഗോ. അതിന് താഴെയായിട്ട് നമുക്ക് 360 ക്യാമറ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. അതിന്റെ ക്യാമറ ലെൻസ് കാണാനായിട്ട് പറ്റും. ഈ ഒരു പോർഷൻ ഫുള്ളി ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ സ്ലിം ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് കാണാനായിട്ട് പറ്റും. അതിന് താഴെ ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്. LED കോർണറിംഗ് ഫംഗ്ഷനോട് കൂടിയ ഫോഗ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും നമ്മളുടെ ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് ആണ്. അതിന് താഴെയായിട്ട് നമുക്ക് ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ബമ്പറിന്റെ യൂണിറ്റ് കാണാം. അതിൽ നമുക്ക് ഫ്രണ്ടിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതിന് താഴെ സിൽവർ ഫിനിഷിൽ ആ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ആൻഡമാൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ കളറ് ആ ബ്ലാക്കുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാച്ച് ആയിട്ട് പോകുന്നുണ്ട്. ഫ്രണ്ടിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷൊക്കെ വന്നിരിക്കുന്നത് ഒരു പ്രീമിയം ടച്ച് തരുന്ന രീതിയിലാണ്. ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റീസെന്റ് റിവ്യൂ ചെയ്ത പ്യുവർ വേരിയന്റിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. ഈ വേരിയന്റിൽ നമുക്ക് പനോറമിക് സൺറൂഫും റൂഫ് റെയിൽസും കാണാനായിട്ട് പറ്റും. റൂഫ് റെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ടോപ്പ് എൻഡ് വേരിയന്റ് ആണെന്ന് തന്നെ ഫീൽ ചെയ്യും. കാരണം 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. 225, 60, R18 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കുള്ള അലോയ് വീൽസ് തന്നെ കൊടുത്തിരിക്കുന്നു. നടുക്ക് ടാറ്റയുടെ ലോഗോ കാണാം. ഇപ്പോൾ ഈ ഒരു വേരിയന്റ് നിങ്ങൾ പെട്രോൾ മാനുവലിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 17 ഇഞ്ച് വീൽസ് ആയിരിക്കും. ഡീസലിലും ടർബോ പെട്രോളിലും നമുക്ക് 18 ഇഞ്ച് വീൽസ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ക്ലാഡിംഗ് പോകുന്ന കാണാം. അത് വാഹനത്തിന് ബാക്ക് വശം വരെ എത്തുന്ന രീതിയിലാണത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റും കവർ ചെയ്യുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സിലേക്ക് വന്നാൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. 360 ക്യാമറ ഉള്ളതുകൊണ്ട് ക്യാമറ ലെൻസ് കാണാം. നമുക്ക് ഡോർസ് എല്ലാം ഫ്ലഷ് ടു ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയന്റിൽ റിക്വസ്റ്റ് സെൻസറും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. അത് നമുക്ക് ആ ഒരു സെക്കൻഡ് വേരിയന്റ് തൊട്ടേ സിമിലർ കീ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഫോളോ മി ഹെഡ് ലാമ്പിന്റെ ഓപ്ഷനും കൂടി ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്ലാസ്സുകളെല്ലാം നമുക്ക് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്, UV കട്ട് ഗ്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് ഈ ഒരു ബി പില്ലറിന്റെ പോർഷനിൽ തന്നെ ആ ഒരു വലിയ യെല്ലോ ഫിനിഷ് കാണാനായിട്ട് പറ്റും. പിന്നെ സി പില്ലറും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലെല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. യെല്ലോ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ടോപ്പിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു റൂഫ് റെയിൽസ് കാണാനായിട്ട് പറ്റും. പിന്നെ വലിയ സെഗ്മെന്റ് ബെസ്റ്റ് പനോറമിക് സൺറൂഫ്, ബാക്കിൽ ഷാഫ്റ്റിൻ ആന്റിന കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചധികം ആളുകൾക്ക് ഇഷ്ടമായതും ഇഷ്ടമാവാത്തതും സിയാറയുടെ ഈ ഒരു ബാക്കിൽ നിന്നുള്ള ലുക്കാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് ഈ ലുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കാണാനായിട്ട് പറ്റും. ഈ ഒരു പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ അത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. സ്റ്റോപ്പ് ലൈറ്റ്, സെൻറ്റർ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ ഡീഫോഗറുള്ള ഗ്ലാസ്സുകൾ, വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വൈപ്പർ നമുക്ക് കാണാൻ പറ്റില്ല, അതിനകത്ത് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ചെറിയൊരു സ്പോയിലർ എന്നുള്ള രീതിയിലൊരു ഡിസൈൻ കാണാം. ടോപ്പിൽ നമുക്ക്
ഷാർഫിൻ ആൻറ്റിന വരുന്നുണ്ട്. ബാക്കിൽ നമുക്കിവിടെ സിയാറ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിലായിട്ട് ആ ഒരു ഗ്ലോസി ഫിനിഷിൽ തന്നെ ടാറ്റയുടെ ലോഗോ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ മീൻസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. അതിനകത്ത് റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട്. ബാക്കിലേക്ക് ഒരു HD ക്യാമറയും കാണാനായിട്ട് പറ്റും. നമുക്ക് ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെ ബാക്കിലും ആ സിൽവർ ഫിനിഷിലും ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ടെയിൽ ഗേറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല, അത് ടോപ്പ് എൻഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള വലിപ്പമുള്ള ബൂട്ടുകൾ കാണാം. 322 ലിറ്റർ ആണ് ബൂട്ട് കപ്പാസിറ്റി പറയുന്നത്. ഇപ്പോൾ ഈ വേരിയന്റിലാണ് നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഈ സീറ്റ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 1257 ലിറ്റർ ആയിട്ട് നമ്മൾ ബൂട്ട് സ്പേസ് കൂടും. ഇപ്പോൾ സെന്റർ ഹെഡ് റെസ്റ്റും 60-40 സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് ആണ്. ഇവിടെ ജസ്റ്റ് സ്പീക്കർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, സബ് ബൂഫർ സ്പീക്കർ ഒന്നും തന്നെ ബാക്കിലേക്ക് കൊടുത്തിട്ടില്ല. ഇവിടെ 2 ഹുക്ക് വരുന്നുണ്ട്. 3 കിലോ ഹാങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മീൻസ് പറ്റുമെന്ന് അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ ബൂട്ട് ലൈറ്റ് വരുന്നു. 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് പോർട്ടും കാണാനായിട്ട് പറ്റും. പാഴ്സൽ ട്രേ, എന്താ അഡ്ജസ്റ്റബിൾ പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഇതിന്റെ സ്പെയർ വീല് വാഹനത്തിന് അടിയിലായിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബേസ് വേരിയന്റിൽ വരുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്ലഷ് ടു ഓപ്പൺ ആണ്. ഡോർ ഹാൻഡിൽസ് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് യെല്ലോ എക്സ്റ്റീരിയറിലെ സെയിം കളറിൻ്റെ ആ കോമ്പിനേഷൻ തന്നെ നമുക്ക് അകത്തും കാണാനായിട്ട് പറ്റും. ഡോർ പാഡ് നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത്. ഇതിനകത്തൊരു എന്തൊരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട്. 4 പവർ വിൻഡോ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം. അംബ്രല്ല ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാബ്രിക് ആ ഒരു ഗ്രേ കളർ സീറ്റുകൾ തന്നെയാണ് വരുന്നത്. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അണ്ടർ തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റ് തൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്യുവൽ ടോൺ കളർ സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കാണാം. നമുക്കിവിടെ ടെറൈൻ മോഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ ഒരു അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് ആണ്. പിന്നെ നമ്മുടെ ഡ്രൈവ് മോഡുകൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ പോർഷൻസിലെല്ലാം ഒരു സോഫ്റ്റ് ടച്ച് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഡിസൈൻ വരുന്നത്. ഇതിപ്പോൾ മാനുവൽ വേരിയന്റ് ആണ്, എന്നാലും ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. അഡ്വഞ്ചർ പ്ലസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരേ ഒരു ഡിഫറൻസ് ഇതിനകത്ത് ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് വരുന്നില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ഈ ഒരു വേരിയന്റിലും ടാറ്റ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ടോപ്പ് എൻഡിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു വേരിയന്റ് ഇന്റീരിയർ ആണ്. ഇനി പ്യുവർ ആൻഡ് പ്യുവർ പ്ലസ് അല്ലെങ്കിൽ അഡ്വഞ്ചർ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള മെയിൻ ഡിഫറൻസ് ഈ ഒരു 12.25 ഇഞ്ചിന്റെ വലിയ സ്ക്രീൻ വന്നു എന്നുള്ളതാണ്. ഇതിന്റെ താഴെയുള്ള വേരിയന്റുകളെല്ലാം നമുക്ക് ആ 10.25 ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണെങ്കിലും നമുക്ക് ഇതിനകത്തൊരു 10.25 ഇഞ്ചിന്റെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് വന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. താഴത്തെ പോർഷൻസ് എല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കാണാനായിട്ട് പറ്റും. അതൊരു പ്രീമിയം ലുക്കിംഗ് ആയിട്ട് നിലനിർത്തേണ്ട ഭാഗമായിട്ടാണ്. ബാക്ക് ലൈറ്റഡ് സ്റ്റിയറിംഗ് വീലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാണാം. നമുക്ക് സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ 5% ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഡീസൽ മാനുവൽ വേരിയന്റ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള 10.25 ഇഞ്ചിന്റെ സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TPMS, പിന്നെ ഡ്രൈവർ ഇൻഫർമേഷൻസ്, നാവിഗേഷന്റെ ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ FM പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾ കാണേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് അതിന്റെ ഒരു ഡയൽസ് കാര്യങ്ങൾ വരുന്നത്. അത്യാവശ്യം റീഡബിളുമാണ്. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു 12.25 ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ എന്ന് പറയാം. അതിനകത്ത് 360 ക്യാമറ വരുന്നുണ്ട്. ഫുൾ HD വ്യൂവിൽ തന്നെ നമുക്ക് ആ 360 ക്യാമറ കാണാനായിട്ടും. ഇത് ഫ്രണ്ട് പാർക്കിംഗ് ആണ്. നമുക്ക് ബാക്ക് പാർക്കിംഗ് ആണെങ്കിൽ അതിന്റെ ഫുൾ സ്ക്രീനിൽ കാണാം. 3D വ്യൂ കാണാനായിട്ട് പറ്റും. ബാക്കിലെ 2 വശവും പിന്നെ വാഹനം റിവേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി എന്താ പറയുക റിവേഴ്സ് ക്യാമറയും ഫുൾ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ശരിക്കും ഇതൊരു ഫുൾ സ്ക്രീനായിട്ടാണ് വരുന്നത്. സെൻട്രൽ കൺസോള് അതിനകത്ത് ഇവിടെ ഒരു പ്ലാസ്റ്റിക് പോർഷൻ വെച്ചത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഈ പോർഷൻ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ സ്ക്രീനായിട്ട് തന്നെ നമുക്ക്
ഫീൽ ചെയ്യും. അത് ഈ വാഹനത്തിൽ കയറി ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും മനസ്സിലാവും ഒരു പ്ലാസ്റ്റിക് പീസ് ഇവിടെ വച്ചിരിക്കുന്നതായിട്ട്. പക്ഷേ എന്തായാലും ആ സ്ക്രീൻ നല്ല HD ക്ലാരിറ്റി തന്നെ കൊടുത്തിരിക്കുന്നു. നല്ല സൗണ്ട് മോഡ് കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് റിവേഴ്സ് ക്യാമറ അങ്ങനെ ആക്സസ് ചെയ്യാം. 360യുടെ വ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലും നമുക്ക് 360 ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ സെഗ്മെന്റ് ബെസ്റ്റ് മ്യൂസിക് സിസ്റ്റം എന്ന് പറയാം. ഈ വേരിയന്റിൽ 4 സ്പീക്കറും 4 ട്യൂട്ടേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെന്റ്സ് കൊടുത്തിരിക്കുന്നു. അതിനകത്തെല്ലാം ഒരു സിൽവർ ടച്ച് വരുന്നുണ്ട്. ഈ സെന്റർ പോർഷൻ വീണ്ടും ഫാബ്രിക് ഫിനിഷ് കാണാം. ഈ ഒരു വേരിയന്റിൽ നമുക്ക് സെന്റർ സ്പീക്കർ വരുന്നില്ല. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴാണ് സെന്റർ സ്പീക്കർ കാണാനായിട്ട് പറ്റുക. ഈ ഒരു പോർഷൻ എക്സ്റ്റീരിയറിൽ കണ്ട ഒരു യെല്ലോ ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രാച്ചസ് ആവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. AC വെന്റ്സിനകത്തെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ടച്ച് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ACയുടെ കാര്യങ്ങളെല്ലാം ടച്ച് കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. 360 വ്യൂ ക്യാമറ, ഹിൽ ഡിസൈൻ കൺട്രോൾ, ബാക്കിലെ ഡിഫോഗറിന്റെ ബട്ടൺ, പിന്നെ നമുക്ക് ഹസാർഡ് ലൈറ്റ്, പിന്നെ ACയുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 65 വാട്ട്സിന്റെ ചാർജിംഗ് പോർട്ട് കാണാം. പിന്നെ ഒരു ടൈപ്പ് C കണക്ടിവിറ്റിയുടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഫ്രണ്ടിൽ കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇത് ഡീസൽ മാനുവൽ വേരിയന്റ് ആണ്. അതിന്റെ ഗിയർ ലെവർ കാണാം. ഓട്ടോ പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സെന്റർ ആംറസ്റ്റ് വിത്ത് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതിനകത്ത് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 6 എയർ ബാഗിന്റെ ബാഡ്ജിംഗ് ആണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റ്. ആ സൺവൈസർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയും കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IR വ്യൂംസ് കൊടുത്തിരിക്കുന്നു. പിന്നെ സൺ റൂഫിന്റെ ഒരു ഓപ്പണിംഗ് കാര്യങ്ങൾ കാണാം. അത്യാവശ്യം വലിപ്പമുള്ള സെഗ്മെന്റ് ബെസ്റ്റ് സൺ റൂഫാണ് കൊടുത്തിരിക്കുന്നത്. സെഗ്മെന്റിൽ തന്നെ ബിഗസ്റ്റ് സൺറൂഫ് എന്ന് പറയാം. പക്ഷേ നമ്മൾ ഡ്രൈവർ പോർഷനിൽ നമുക്ക് ഇപ്പോൾ സൺറൂഫ് നോക്കണമെങ്കിൽ നമ്മൾ സീറ്റ് ബാക്കിലേക്ക് ഇട്ട് കിടന്നിട്ടൊക്കെ നോക്കേണ്ടി വരും. ശരിക്കും ഈ ഒരു സെന്റർ പോർഷൻ തൊട്ടിട്ടാണ് ആ സൺറൂഫ് ഓപ്പൺ ആവുന്നത്. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്റീരിയർ എന്നുള്ള ലുക്ക്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡീസൻറ്റ് സൈസിലുള്ള ഗ്ലോ ബോക്സ് വിത്ത് ലൈറ്റ് ആൻഡ് കൂൾഡ് ഫീച്ചറോടുകൂടി ഗ്ലോ ബോക്സും കാണാനായിട്ട് പറ്റും. കോ ഡ്രൈവർ സൈഡിൽ നമുക്ക് എന്താ പറയുക, സീറ്റിൻ്റെ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ബോസ് മോഡും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബാക്കിലിരിക്കുന്ന ആൾക്ക് ആളുടെ ഇഷ്ടപ്രകാരം സീറ്റ് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബോസ് മോഡും കൂടി ഇതിനകത്ത് ആഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ നമുക്ക് ടെറൈൻ മോഡുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കാണാനായിട്ട് ടെറൈൻ മോഡ്സ്, നോർമൽ, വെറ്റ്, ദെൻ റഫ്, അങ്ങനെ 3 ടെറൈൻ മോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ടെറൈൻ മോഡ് മാറുന്നതിനനുസരിച്ച് നമുക്ക് അതിന് ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ കളേഴ്സിലും മാറ്റം വരുന്നത് കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ സ്പോർട്ട് മോഡിലേക്ക് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും നമുക്ക് ആ ഒരു ആംബിയൻ ലൈറ്റിംഗ് റെഡ് ഫിനിഷിലേക്ക് ചേഞ്ച് ആവുന്നത് കാണാം. ഈക്കോ ആൻഡ് സ്പോട്ട് കണ്ടോ, അങ്ങനെ കുറച്ച് ഒരു എന്താ പറയുക ഗിമിക്കായിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരുടെ കംഫർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന വലിപ്പമുള്ള ഡോറുകൾ തന്നെയാണ്. ഓൾമോസ്റ്റ് 80 ഡിഗ്രിയിൽ ഡോറുകൾ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ ഒരു സൺ ബ്ലൈൻഡ്സ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ വെതറിന് അത്യാവശ്യം വേണ്ട ഒരു സാധനം തന്നെയാണ്. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാം. ഡോർ ഹാൻഡിൽസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. താഴേക്ക് വന്ന ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ആ ഡിസൈൻ എലമെന്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. താഴെ നമുക്ക് സ്പീക്കർ ഗില്ല് കാണാം. താഴെ ഒരു റിഫ്ലക്ടേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ AC വെന്റ്സ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സിൽവർ ടച്ച് കാണാം. 2 65 വാട്ട്സിൻ്റെ ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മൊബൈൽ വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സെൻറ്റർ ആംറസ്റ്റ്, അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ പോലെ ഇവിടെ ബോസ് മോഡിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഫ്രണ്ടിലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അത് LED ആയിട്ടാണ് വരുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സൺറൂഫും നിങ്ങൾക്ക് കാണാം. അത് ബാക്ക് വശം വരെ എത്തുന്നുണ്ട്. ഈ ഒരു സീറ്റിൽ നമുക്ക് സ്ലാൻഡിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ചാരി ഇരുന്നൊക്കെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. സിയാറയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ഇതിന്റെ ക്രാഷ് ടെസ്റ്റ് ഒക്കെ രസമായിരുന്നു. 2 സിയാറകൾ തമ്മിലാണ് അവർ കൂട്ടിയിടിപ്പിച്ചത്.
പിന്നെ ബേസ് വേരിയന്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൻ കൺട്രോൾ, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ്, ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, TPMS, അങ്ങനെ എൻലെസ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് വരെ നമുക്ക്, അതായത് ഈ വേരിയന്റ് വരെ നമുക്ക് അഡാസ് കൊടുത്തിട്ടില്ല. ഇതിന് മുകളിലേക്കുള്ള അക്കംപ്ലിഷ്ഡ് വേരിയന്റ് തൊട്ടേ നമുക്ക് അഡാസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അഡാസിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ ഒരു വേരിയന്റ് നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. നമ്മുടെ 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ, 106 HP പവറും 145 mm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCA. മൈലേജ് കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ആവറേജ് ഒരു 12-15 ഇടയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നതിന്റെ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 160 HP പവറും 255 mm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറയാം. ഇത്രയും ഹെവി ആയിട്ടുള്ള വാഹനത്തിന് ആ ഒരു എഞ്ചിനെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. അത് നമുക്ക് 6 സ്പീഡ് ഓട്ടോമാറ്റിക്കലി മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു എഞ്ചിൻ മാനുവൽ ഓപ്ഷൻസിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. അതിന് ആണ് കമ്പനി 28 കിലോമീറ്റർ ഒക്കെ മൈലേജ് ക്ലോക്ക് ചെയ്തത് ടെസ്റ്റ് ഡ്രൈവിൽ എന്തോ. പക്ഷേ റിയൽ ലൈഫിൽ അതിന് നമുക്കൊരു 15-16 മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്ന വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഡീസലാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഡീസൽ മാനുവൽ വേരിയന്റ് ആണ്. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസലാണ്. 118 HP ആണ് പവർ. 260 Nm ടോർക്ക് മാനുവലിനും ഓട്ടോമാറ്റിക്കിന് 280 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മൈലേജ് ഒരു 18-20 ഇടയ്ക്കൊക്കെ അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ടാറ്റയുടെ ഡീസലിലൊക്കെ ഓട്ടോമാറ്റിക് ഓടിക്കാൻ നല്ല രസമാണ്. കുറച്ചും കൂടി ടോർക്കിംഗ് കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടിയും എന്താ പറയുക ഒരു പെപ്പിയായിട്ട് നമുക്ക് ആ വാഹനം ഫീൽ ചെയ്യും. സിആർഐയുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റിന്റെ പ്രൈസ് മാത്രമേ നോക്കുന്നുള്ളൂ. മറ്റ് വേരിയന്റുകളുടെ പ്രൈസ് ഓരോ വേരിയന്റുകളുടെ വീഡിയോയിലും പിന്നെ നമ്മൾ ടോപ്പ് എൻഡിന്റെ വീഡിയോ ചെയ്ത സമയത്തും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസിലൊന്നും വേറെ മാറ്റങ്ങൾ വന്നിട്ടില്ല. ഈ അഡ്വഞ്ചർ പ്ലസ് 1.5 പെട്രോൾ മാനുവലിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 19,54,000 രൂപ. ഓട്ടോമാറ്റിക് നമുക്ക് ടർബോ പെട്രോളിലാണ് വരുന്നത്. ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ ഒരു വേരിയന്റ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് 21,96,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീസൽ മാനുവലിലേക്ക് പോയി കഴിഞ്ഞാൽ 21 ലക്ഷം രൂപ ഡീസൽ മാനുവലിന്. ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 22.5 ലക്ഷം രൂപ, 22,58,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ചാനലിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വേരിയന്റ് പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. കുറേ റിക്വസ്റ്റ് വന്നിരിക്കുന്ന ഒരു വേരിയന്റ് പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. അപ്പോൾ അത് അടുത്തൊരു വേരിയന്റിന്റെ പ്യുവർ പ്ലസ് കിട്ടും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ടാറ്റയുടെ ഇന്ത്യൻ ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഗോകുലം മോട്ടോഴ്സിന്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.